നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടി വേദിയിൽ കടുത്ത സ്വയം വിമർശനവുമായി മുൻ സ്പീക്കർ എൻ ഷംസീർ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും കൈക്കൊണ്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതരമായ പാളിച്ചകൾ സംഭവിച്ചതായി അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. ഇങ്ങനെ നടത്താൻ കുഞ്ഞാലിയുടെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്കാ സാധിക്കുക? പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ജനങ്ങളോട് സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ പറയുന്നു, സഖാക്കളെ നിങ്ങൾ തെറ്റ് പറ്റിയിരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തും. പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ആ പോരായ്മ തിരുത്തി വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരും. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വേണ്ടത്ര ശക്തിയുണ്ടായിരുന്നില്ലെന്നും ഷംസീർ കൂട്ടിച്ചേർത്തു. സഖാവ് കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കാളികാവിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റുകൾ തിരുത്തുവാനും അത് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയുവാനും പാർട്ടിക്കറിയാം. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി തിരികെ വരും. SS Gold, pure gold. SS Group, Nilambur.